പൂരണ കമ്മല് 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 വൃന്ദ പോയി ഗൈസ്. സപ്ന സുനിൽ ഭായി ഹേ നമ്മുടെ ഡ്രൈവർ. ഹലോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ലേഡീസ് ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ്സിനെ ഒക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് ഫുൾ മൂഡായിട്ട് നിക്കണെന്ന് പറഞ്ഞപ്പോ പറയണതൊക്കെ ഏറ്റു പറയണ എടാ സ്വന്തമായിട്ട് പറയണ. അപ്പൊ ഗൈസ് അവര് മണാലി പോയിട്ട് ട്രക്കിങ്ങും പാരാഗ്ലൈഡിംഗ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാണ്. അപ്പൊ നമ്മൾ ഒട്ടും വിട്ടു കൊടുക്കൂല, നമ്മളും പൊളിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ്? അവർക്കൊന്നും മനസ്സിലായില്ല. ട്രൈസ് മൈ ട്രിപ്പ് ആണ് നമ്മുടെ ട്രാവൽ പാർട്ട്ണർ. അപ്പൊ നമ്മുടെ ലേഡീസ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കണത്. കംഫർട്ടബിൾ ആയിരിക്കണം, സേഫും ആയിരിക്കണം അല്ലേ? സേഫ്. ഓക്കെ, അപ്പൊ അവര് അത് നന്നായിട്ട് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തോ നമുക്ക് നോക്കണ്ടേ? അപ്പൊ ഗൈസ് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പെട്ടികളാണുള്ളത്. അങ്ങനെ ഫസ്റ്റ് വണ്ടി വന്നിരിക്കുകയാണ്. ബൈ ഗൈസ്. 2 hours later. അങ്ങനെ ഗൈസ് നീണ്ട 2 മണിക്കൂറത്തെ ട്രാവലിംഗിന് ശേഷം നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മള് ബോർഡിംഗ് പാസിന്റെ ആണ് എത്തി. ഓക്കെ, ക്യൂ നിന്നിട്ടാണത്. ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. Many unbearable hours later. ഗൈസ് ഇത് മാസ്കിന്റെ പെട്ടിയുടെ പരസ്യമല്ല. ഞങ്ങൾ ഡൽഹിയിലെത്തി ഞങ്ങളുടെ ഡ്രൈവറിനെ കാത്തിരിക്കുകയാണ്. എവിടെയാണ് അവൻ? എടാ നല്ല തണുപ്പുണ്ടല്ലേ? ചില്ലിങ് ഡൽഹി. നല്ല തണുപ്പുണ്ട് ഗൈസ്. നമ്മളിതാ വണ്ടി കയറി. അപ്പൊ ഗൈസ് നമ്മളിതാ റൂമിലെത്തി. അയ്യോ, അപ്പൊ റൂമിലെത്തി നമ്മളിതാ കിടക്കാൻ പോവാണ്. അപ്പൊ ഇനി കോസി ബെഡ്. അപ്പൊ നമ്മള് രാവിലെ എങ്ങോട്ടാ? റെഡ് ഫോർട്ടോ എവിടേക്ക്? മെയിൻ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യും. അതെ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജെല്ലി എക്സ്പ്ലോറിംഗ് ആണ്. അപ്പൊ നാളെ The next day. രാവിലെയായി ഗൈസ്. ഇന്ന് രാവിലത്തെ ഫുഡും പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയത്. ഇന്നലെ രാത്രി ഉറങ്ങുന്നത് വരെ ഇഡ്ലിയും ദോശയും പൂരിയും കഴിക്കുന്ന സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ എക്സ്പ്ലോറിംഗ് പോവാണ്. ഇറ്റ്സ് ഡൽഹി വൈബ്സ്. ഇത് ഞാൻ പണിക്ക് നിർത്തിയേക്കുന്ന വ്ളോഗറാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് വലിയ പിടുത്തല്ല ഫസ്റ്റ്. സോ നമുക്ക് നോക്കാം എങ്ങോട്ടാ പോകണമെന്നല്ല. എവിടെ പോകണം നമ്മൾ ഫസ്റ്റ്? ബാസ്മതി റൈസ്. Many hours later. ഗൈസ് നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പാസിലേക്കൂടെ നടന്ന് നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതാ ഇന്ത്യ ഗേറ്റ്. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ എത്തും എന്നാണ് പറയുന്നത്. എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. യെസ്, നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഫൈനലി ദ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്ത്യ ഗേറ്റ്. നല്ല വെയിലുണ്ട് കേട്ടോ. എല്ലാവരും ഈ പുള്ളി ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഓടിക്കളഞ്ഞ്. ഇന്ത്യ ഗേറ്റിന്റെ ഹിസ്റ്ററി അറിയോ? എടാ ഇന്ത്യ ഗേറ്റിന്റെ ഹിസ്റ്ററി അറിയോ? സോൾജേഴ്സിനാ. നിനക്കറിയോ ഇന്ത്യ ഗേറ്റിന്റെ ഹിസ്റ്ററി? ഇന്ത്യ ഗേറ്റിന്റെ ഹിസ്റ്ററി അറിയോ? ഇവിടെ മരിച്ചു വീണ ആൾക്കാരുടെ ഓരോ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം അതിൽ മരിച്ചു വീണ ആൾക്കാരാണ്. അതെവിടെയാ പേര്? രാഗിമോൾ എന്താ ക്ലൂലെസ് ആയിട്ട് വെക്കുന്നുണ്ട്? ഏതൊരു യുദ്ധത്തിന് കുറെ സോൾജേഴ്സ് മരിച്ചു. അവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ പേര് കാണുന്നുണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ ആ പേര്? അതിലൊരു പേര് വായിക്കാൻ പറ്റുമോ? കുറെ സിംഗുകളുണ്ട്. ട്രംപീറ്റർ കരം സിംഗ്. ഇന്ദിരാഗാന്ധി മ്യൂസിയം ചോദിക്കൂന്ന് വിചാരിച്ച ഹിസ്റ്ററിയും പഠിച്ചു വന്നേക്കണാണ്. അതും ഇത് നോക്കിയിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി അവര്
മരിക്കുന്നവരെ ജീവിച്ച വീടാണിത്. അതായത് ജവഹർലാൽ മരിച്ച മരിക്കുന്നവരെ ജീവിച്ച വീടാണ്. ഓക്കെ, വാസ് അവർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫോർ 15 years. സ്പീച്ചിന് പോണ ഇന്ദിരാഗാന്ധി കളക്ട് ചെയ്തു വെച്ച സ്റ്റോൺസ് ആണിത്. ഫോസിലുകളെല്ലാം ഉണ്ട് ഇവിടെ, കണ്ടോ. ഗാന്ധിന്റെ മോനാണ് രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിന്റെ മോനാണ് രാഹുൽ ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മോനാണ് രാജീവ് ഗാന്ധി ഭർത്താവല്ലേ? സോറി എടാ പോടാ. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്ന് ഉദ്ദേശിച്ചത്. ഇന്ദിരാഗാന്ധിന്റെ മകന് രാജീവ് ഗാന്ധിന്റെ ഭാര്യ സോണിയാഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി അല്ലേ? ഇന്ദിരാഗാന്ധിന്റെ മോനാ അല്ലേ? ഇന്ദിരാഗാന്ധിന്റെ മോന് രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിന്റെ സോണിയാഗാന്ധിന്റെ മോനാണ് രാഹുൽ ഗാന്ധി. പണ്ട് മാതൃഭൂമിയിൽ വന്നൊരു ആർട്ടിക്കിളാണ് ഇന്ദിരാഗാന്ധിനെ കുറിച്ച്. അതേപോലെ എല്ലാ ആർട്ടിക്കിൾസും ഇവിടെ ഉണ്ട്. ഫാമിലി ഫോട്ടോ നല്ല കപ്പ്. ഇത് ഇന്ദിരാഗാന്ധിന്റെ സാരിയാണ് ഗൈസ്. മരിച്ചോ മൈ ഗോഡ്. ബ്ലഡ് അല്ലത്? ബ്ലഡ് ഉണ്ട് കേട്ടോ, വെരി ഡാർക്ക്. നമ്മള് പുള്ളിക്കാരത്തിയെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, മാട്ടായിടം. അതും കൂടി കഴിഞ്ഞാൽ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്ത് സരോജിനി. ഗൈസ്, ഡൽഹി ഈസ് വെരി ബ്യൂട്ടിഫുൾ സിറ്റി. ലൈക്ക് ഇവിടെ ഈ ഒരു ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ ഗ്രീനറി ആയിട്ട് ഉണ്ടാവും. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട്, ലൈക്ക് തണുപ്പും ചൂടും മിക്സ് ആയിട്ടുള്ളൊരു ഒരു ക്ലൈമറ്റ് ആണ്. നല്ല സുഖമുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ കാത്തു നിന്ന സ്പോട്ട് എത്തിയിരിക്കുകയാണ്. സരോജിനി 150 രൂപ. 150 രൂപയ്ക്ക് അയ്യോ എല്ലാം കേറി പൊതിയുന്നു ഗൈസ്. 300 രൂപയ്ക്ക് മേടിച്ചതാണ് ഗൈസ്, ഇവിടെ 150 രൂപയ്ക്ക്. ഫസ്റ്റത്തെ ഇത് കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് എല്ലാരും. ആ ചുരിദാറിന്റെ വേണം. കമ്മല് കമ്മല് കമ്മല്. എടാ മോനെ, എടാ ഗൈസ്, ഇത് ഞാൻ വാങ്ങിക്കട്ടെ, നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ ഞാൻ ബാർഗെയിൻ ചെയ്ത് 6 കമ്മല് വാങ്ങിച്ചു. 325 രൂപയ്ക്ക്. അത് ഓൾറെഡി ഡിസ്കൗണ്ട് ആണ്. ഞാൻ കമ്മല് കാണിച്ചു തരാവേ ഏതൊക്കെയാണെന്ന്. അടിപൊളിയാ. മലയാളി 650. എനിക്ക് ഹിന്ദി കാരണമുണ്ട്, ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു. മലയാളി ലുക്കില്ല. എന്താ പറഞ്ഞത്? എന്നെ ഹിന്ദിക്കാരിനെ പോലെ ഉണ്ട്. ശില്പയുടെ കല്യാണത്തിന് നമ്മള് ഈ സാരി വാങ്ങി ഗൈസ്. 80 രൂപ. ഇങ്ങനത്തെ കുറേ ഷർട്ടുകളുണ്ട്. അപ്പോൾ എനിക്കിത് ഒരു ഇന്നറിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ഷർട്ട് വാങ്ങി. 250 രൂപ. സപ്ന സേ ഹായ്. സപ്നയുടെ ബാക്കിൽ ഇത് ആരാ? എടാ നീയല്ലടാ, നീ ഇത് എവിടെ നിന്നടാ? ഞാൻ രാജസ്ഥാനിലെ മരുഭൂമിയിൽ നിന്ന്. ആടാ ഇതാരുത്? എന്റെ പേര് വൃന്ദ. 6ാം ക്ലാസ്സിൽ പഠിക്കണെന്ന് കേട്ടാടാ. 6ാം ക്ലാസ്സിൽ പാട്ടായിരുന്നു. നീ 6ാം ക്ലാസ്സിൽ എന്തെടുക്കുമായിരുന്നു? ചോറും പാത്തും പൊടിയായിരുന്നു. 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കരുതടാ. ഐസ്, എനിക്ക് നീതും മുടിയിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലട്ടോ. കമന്റ് പറയും നമ്മൾ എന്നോട് തന്നെ പുള്ളിക്കാരുടെ വാങ്ങിയ സ്ക്രഞ്ചിയും കൊണ്ട് എനിക്ക് മുടി കെട്ടി തരുക. എല്ലാം കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ആർത്തിയായിപ്പോയി. എന്തൊക്കെ വാങ്ങിക്കണം എന്ന്. ദ ഹൈപ്പ് വാസ് റിയൽ ആക്ച്വലി. അത്രയ്ക്കും സാധനങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് വേർത്തായി, ഫസ്റ്റ് ഡേ വേർത്തായി. അപ്പോൾ വേഗം ചെല്ലട്ടെ. അപ്പോൾ നമുക്കിനി അടുത്തടുത്ത സ്ഥലങ്ങൾ കാണാനുള്ളതാണ് ഗൈസ്. കമോൺ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണുള്ളത്. അപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യട്ടെ. എന്താ ഓർഡർ ചെയ്തത്? നമ്മൾ ഗാർലിക് നാണും ചിക്കൻ ലബാബ്ദാറും. എന്തെന്ന് ഗൈസ്, ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വന്നടാ, ഇനി കഴിക്കട്ടെ. ഗൈസ്, നമ്മൾ കുത്തബ് മിനാറിലാണ് എത്തിയേക്കുന്നത്. പക്ഷേ ദ പ്രോബ്ലം ഈസ് കുത്തബ് മിനാറിന്റെ ക്യൂ നിങ്ങൾ കണ്ടോ? ഇവിടുന്ന് കാണൂല. ഒരു വലിയൊരു ക്യൂ ആണ്. വലിയൊരു ക്യൂ ഉണ്ട്. നമ്മളെ ബസ്സാണെങ്കിൽ 7 മണിക്ക് എടുക്കും. ഇപ്പൊ ടൈം 5 ആയി. നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറെങ്കിലും ഉണ്ട് യാത്ര. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നതാണ്, കയറണോ വേണ്ടെന്നുള്ള. അപ്പം
പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് കുത്തബ് മിനാർ കാണിച്ചു തരാം ഗൈസ്. ആ കാണുന്നതാണ് കുത്തബ് മിനാർ. കുത്തബ് മിനാറിന്റെ അടുത്ത് വന്നിട്ട് കുത്തബ് മിനാറിന് താഴെ പോകാൻ പറ്റിയില്ലല്ലോ. പോവാണ്, ക്യാൻസൽ ചെയ്താ ഗൈസ്, ക്യാൻസൽഡ്. നമ്മളതോട് തിരിച്ചു പോവാണ്, മണാലിയിലേക്ക് ബസ് കയറാൻ പോവാണ് The next day. ഗൈസ്. നമ്മൾ ദാ മണാലിയിലെത്തി, നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തേക്കാണ്. നമ്മൾ ഇനി ഫുഡ് കഴിച്ച് വേഗം ഒന്ന് റെഡി ആവട്ടെ. ഗൈസ്, അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ മണാലിക്ക് റെഡിയായി. റിസ്വ ക്യൂട്ടി, റിസ്വ ഷൂസ് ഇട്ടോണ്ടിരിക്കുകയാണ്. ഐഷു അവിടെ മുടിയിൽ തീ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, റൂം അടിപൊളിയാണ്. റൂമിന് നല്ല കൺവീനിയന്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയായിട്ട്. ഇത് വൃത്തികേടാക്കിയത് നമ്മളാണെന്നേ ഉള്ളൂ. സുനിൽ ഭായി നമ്മുടെ ഡ്രൈവർ നമ്മളെ സൊലങ് വാലിയിലേക്ക് കൊണ്ടുപോവാണ്. സൊലങ് വാലി ഇതുപോലെ തന്നെ ഇരിക്കുന്നതാണ് സുനിൽ ഭായ് പറയുന്നത്. അവിടെ സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെന്ന്. സിപ്പ് ലൈൻ ആക്ടിവിറ്റി വേണോ? വേണ്ട ഗൈസ്. അപ്പൊ നമുക്ക് നാളെ ഓൾറെഡി കുറെ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്ക് സിപ്പ് ലൈൻ വേണ്ട അല്ലേ? അത് തന്നെ നല്ല രസമുണ്ട്. ക്ലൈമറ്റ്. ഓ, ദിസ് ഇസ് സിപ്പ് ലൈൻ പോയിന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ATV റൈഡ് ചെയ്യാൻ പോവാണ് മണാലിയില്. ഞങ്ങൾ 2 പേരും. ബാക്കി എല്ലാവരും ആക്ച്വലി ട്രക്കിങ്ങിന് പോയി. അപ്പൊ നമുക്ക് ട്രക്കിങ്ങിന് ഒരു മൂഡില്ല, നമ്മൾക്ക് ചലഞ്ചീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. സോ നമ്മൾ ATV റൈഡ് ചെയ്യാൻ പോകണം. അതാണ് നമ്മൾ ഡ്രൈവർ. ഹായ്. യാ ഓക്കെ. അപ്പൊ ലെറ്റ്സ് ഗോ. നമ്മള് സ്നോ കാണാൻ പോവാണ്. ഇത്തിരി സീനാണ് ഗൈസ്. അപ്പൊ നമ്മള് ആക്ടിവിറ്റി സ്പോട്ടിലെത്തി. വൃന്ദ പോയി ഗൈസ്, വൃന്ദ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി റിസ്വ. ഗൈസ്, അപ്പൊ നമ്മൾ രണ്ടാളും ട്യൂബ് ചെയ്തു, ട്യൂബ് റൈഡ് ചെയ്തു. ഇനി നമ്മള് സ്കേറ്റിംഗ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് 50 രൂപ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഡിസ്കൗണ്ട് 25 ഫോട്ടോസ് ഉണ്ടായിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും കൂടെ കൂട്ടിയിട്ട് 1500 രൂപയ്ക്ക് തന്നു. ഗൈസ്, നമ്മൾ നൂഡിൽസ് കഴിക്കാൻ പോവാണ്. ഗൈസ്, ഇനി നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനും റിസ്വയും ഒരുമിച്ച് കയറാൻ പോവാണ്. ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആക്ച്വലി തണുപ്പ് കൂടിയിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മുടെ ബാക്ക് ടു ഗ്രൂപ്പ്. ഏതൊരു ടെമ്പിൾ അല്ലടാ ചെയ്തോ? ഏതാ ടെമ്പിൾ? ഹജിംബ ടെമ്പിളിലേക്ക് പോവാണ് ഗൈസ്. ഇത് നല്ല സ്നോ വന്നിരിക്കും സ്നോ ടൈമിൽ. ഇതാണ് ഗൈസ് ഹജിംബ ടെമ്പിൾ. ഒട്ടും ക്രൗഡ് ഇല്ല അല്ലേ? ഈ അമ്പലത്തിന്റെ ഐതിഹ്യം പറയിച്ചു. ഇവിടെ കുറെ യാക്കിന്റെ തലയെല്ലാം നമ്മൾ കണ്ടു, സ്കെൽറ്റൻ എല്ലാം, പിന്നെ മാനിന്റെ സ്കെൽറ്റൻ എല്ലാം കണ്ടു. ഐ തിങ്ക് ഹിഡുംബി എന്ന് പറഞ്ഞ ഒരു ഡീമൺ ഉണ്ടായിരുന്നു, അസുര. രാക്ഷസി. സോ അവരെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു ഇത്. പറയാനുണ്ട് ഇതിന്റെ ഹിസ്റ്ററി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആൾക്കാർ ഇപ്പോഴും കാണാൻ വരുന്നുണ്ട്. ഓക്കെ, നീ
പിന്നെ ഇവിടെ പഴയ ടെമ്പിളാണ്. പിന്നെ നല്ല തണുപ്പുള്ള ടെമ്പിൾ ആണ്. കൊറേ ക്യൂ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ 50 രൂപ വേണം. അതെ അതെ, ഈ അമ്പലത്തിന്റെ ട്രഡീഷൻ ആണെന്ന് തോന്നുന്നു. കൊറേ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാം. അപ്പൊ നമ്മൾ ആ ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ പോവാണ്. നമ്മൾ ഇവിടുത്തെ ആ ട്രഡീഷണൽ ഡ്രസ് വെയർ ചെയ്യാൻ പോവാണ്. രാഗിക്ക് എന്തെങ്കിലും ഇഷ്ടം? എല്ലാരും ഇട്ടത് കൊണ്ട് ഉടുപ്പിടാൻ ഒരു മടിയുണ്ട് രാഗി. സോ കം ഓൺ ഗൈസ്, അപ്പോൾ ഉടുപ്പിടാൻ എല്ലാവരും ഉടുപ്പൂരണോ? ഊരണോ? ഉടുപ്പൂരണം എന്നെ കൊണ്ടുവച്ചൂല. നീയൂര് ജാക്കറ്റ് മതിയാ? ഓക്കെ സെറ്റ്. ഫസ്റ്റ് റിസ്വ ഗൈസ്, അങ്ങനെ നമ്മളെല്ലാരും ഉടുപ്പിട്ടു. ഗൈസ് ഓരോരുത്തർ ഫോട്ടോ സെഷൻ തുടങ്ങി. ഗൈസ് നമ്മൾ അമ്പലം വിസിറ്റിൽ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. തിന്തിന്നോ അതാ വാങ്ങിച്ചിരിക്കുന്നതാണ്. കൊള്ളാവോ ഗൈസ്? ഇതാണ് മൊണാസ്ട്രി. എന്താ കിച്ചു കേറുന്നില്ലേ? കേറാൻ ചെരുപ്പൂരണം. ശരിയാ, തണുപ്പ് കൂടി. ഗൈസ് എല്ലാവരും ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഹലോ, എന്നിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങും ഇപ്പൊ തന്നെ. വിശക്കുന്നുണ്ട്. ഇതാണ് എന്റെ കോലം. ഹായ് 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 ഹായ്. അപ്പോൾ ഗൈസ് മാൾ റോഡിൽ നിന്ന് കുറച്ച് പർച്ചേസും സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം നമ്മളിനി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പം നാളെ നമുക്കിനി കുളുവാണ് വിസിറ്റ് ചെയ്യാനുള്ളത്. അപ്പം നാളെ കുളു, മറ്റന്നാൾ കസോളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ വിശേഷങ്ങൾ നമുക്കിനി അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.